Hello friends, welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെട്ട് കേക്കിന്റെ റെസിപ്പിയുമായിട്ടാണ്. ചായക്കടയിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പ് മൈദ ആണ്. അത് വലിയൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു നുള്ളി യെല്ലോ കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളി ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാകും. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 2 ടേബിൾ സ്പൂൺ വറുത്തെടുത്ത റവയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതിൽ ചേർക്കാനുള്ള മുട്ടയൊക്കെ നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 2 കോഴിമുട്ടയാണ്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് പൊടിച്ചെടുത്ത പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറയ്ക്കുകയോ കൂട്ടുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. വാനില എസൻസ് ചേർക്കണമെന്നില്ല, അത് ഓപ്ഷനിലാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിനെ മൈദയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ആദ്യം ചേർത്ത് കൊടുത്തത് 2 കപ്പ് മൈദയാണ്. ഇപ്പോൾ മിക്സ് ചെയ്തെടുത്ത് വരുമ്പോൾ നമുക്കിതുപോലെ കുറച്ചുകൂടി ലൂസായിട്ട് അരി ഉണ്ടാവുക. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി മൈദ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ആദ്യം 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. കയ്യിലൊട്ടുന്ന പരുവത്തിലാണ് ഈ മാവ് ഉള്ളതെങ്കിൽ കുറച്ചുകൂടെ മൈദ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ആദ്യം എടുത്ത മൈദ കൂടാണ്ട് 1 കപ്പ് മൈദ എക്സ്ട്രാ ചേർത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചായിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. എന്നിട്ടിത് കൈകൊണ്ട് നല്ലതുപോലെ കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് കുറച്ച് സമയത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം. അതിന് വേണ്ടിയിട്ട് ചെറുതായിട്ട് നനഞ്ഞൊരു തുണി കൊണ്ടൊന്ന് കവർ ചെയ്ത് 2 മണിക്കൂറൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ 2 മണിക്കൂറായിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് 2ആയിട്ട് ഡിവൈഡ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഷേപ്പ് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിനെ ഇതുപോലെ ഒന്ന് നീളത്തിലൊന്ന് ഉരുട്ടിയെടുക്കണം. നിങ്ങളുടെ വലിപ്പത്തിന് ആവശ്യത്തിനുള്ള രീതിയിൽ ഇത് റോൾ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ മീഡിയം സൈസിലുള്ള വെട്ടുകേക്കാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഞാനിപ്പോൾ നീളത്തിൽ ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്ക്വയർ പീസസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് 11 പീസസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. പല രീതിയിൽ വെട്ടുകേക്ക് കട്ട് ചെയ്യാറുണ്ട്. അതിന് മുകളിലായിട്ടൊരു ക്രോസ് ലൈൻ വരച്ച് കൊടുത്താൽ മതിയാകും. അപ്പോൾ നിങ്ങളിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഒരുപാട് അങ്ങ് മുറിച്ചെടുക്കരുത്. ഇത് പൊടിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതിൻ്റെ ഒരു പകുതിയിൽ കൂടുതൽ ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. ബാക്കിയെല്ലാം നമുക്കിതുപോലെ തന്നെ ഷേപ്പ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഷേപ്പിലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. പല സ്ഥലത്തും പല ഷേപ്പിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് ഷേപ്പ് ചെയ്തെടുക്കാം. ഈ ഒരു അളവിൽ എനിക്ക് കിട്ടിയത് 22 വെട്ടുകേക്കാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന വെട്ടുകേക്കിൻ്റെ സൈസിനനുസരിച്ച് എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടാവും. നമുക്കിനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ചൂടാക്കി എടുക്കണം. ആദ്യം എണ്ണ നന്നായിട്ട് ചൂടാക്കി എടുക്കണം. എന്നിട്ട് വേണം ഇത് ഇട്ട് കൊടുക്കാൻ. പിന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് ലോ ഹീറ്റിലിട്ടാണ്. ഒരുപാട് തീ കൂട്ടി വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത്. അതിൻ്റെ പുറം ഭാഗം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അകം വെന്ത് കിട്ടുകയില്ല. ആദ്യം നമുക്ക് ഒരു സൈഡിൽ നിന്ന് നല്ലതുപോലെ ഫ്രൈ ആക്കി എടുക്കണം. എന്നിട്ട് അത് നമുക്ക് തിരിച്ചിട്ട് അടുത്ത സൈഡും കൂടി ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഒരുപാട് ഇളക്കിയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട ഉടനെ തന്നെ ഇത് ഇളക്കി കൊടുക്കരുത്. ചിലപ്പോൾ അത് പൊടിഞ്ഞു പോകും. പിന്നെ ഒരുപാട് കളർ മാറാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യരുത്. ഇത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടും ഇരുന്നതൊന്ന് കുക്കാകും. അപ്പോൾ കളർ മാറുകയും ചെയ്യും, ഒരുപാട് അങ്ങ് കട്ടിയായി പോവുകയും ചെയ്യും.
അപ്പോൾ ഇതൊരു പാകത്തിന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു ലൈറ്റ് ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനെ എണ്ണയിൽ നിന്ന് മാറ്റണം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള വെട്ടുകേക്കും കൂടി ഫ്രൈ ചെയ്തെടുക്കണം. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.